മഹാകവി കുമാരനാശാൻ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. മഹാകവിയും SNDP യോഗത്തിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായ കുമാരനാശാന്റെ 152ാമത് ജന്മദിനാഘോഷം കൊടുങ്ങല്ലൂർ യൂണിയന്റെ നേതൃത്വത്തിൽ പ്രഭാഷണം, ആശാൻ കവിതകളുടെ പാരായണം എന്നീ ചടങ്ങുകളോടെ നടന്നു. സിനിമ തിരക്കഥാകൃത്തും അധ്യാപക അവാർഡ് ജേതാവുമായ PK ഭരതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് ചിറയൻകീഴ് താലൂക്കിലെ കായിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് തൊമ്മൻവിളാകത്ത് വീട്ടിൽ നാരായണന്റെയും കൊച്ചുപെണ്ണ് എന്ന് വിളിക്കുന്ന കാളിയമ്മയുടെയും മകനായിട്ട് ജനിച്ചു. ഒരു കടലോര ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ വളർന്ന വളരെ നല്ല ഒരു പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അച്ഛൻ അദ്ദേഹത്തിന് വളരെ സാമൂഹിക പ്രസക്തിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാൾ കൂടിയായിരുന്നു ശ്രീനാരായണൻ. അങ്ങനെ ഒരു പശ്ചാത്തലം കുമാരനാശാനുണ്ടായിരുന്നു. 152 വർഷം കഴിഞ്ഞു. 100 വർഷം മുൻപ് 101 കൊല്ലം 1924 ജനുവരി 16-ാം തീയതി ആണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച റെഡിമിയൻ ബോധപകടത്തിൽ അദ്ദേഹം മരണപ്പെടുന്നു. 51ാമത്തെ വയസ്സ്. ഒരു 51 വർഷം അതിൽ അദ്ദേഹത്തിന്റെ കാവ്യ വസന്തം എന്ന് വേണമെങ്കിൽ പറയാം. അത് 1907 മുതൽ 1924 വരെ, 24 എന്ന് പറയാൻ പറ്റില്ല, ജനുവരി 16-നാണ് മരിച്ചു പോയത്. അപ്പൊ 24 കണക്കൂട്ടാനില്ല. അപ്പോൾ 16 വർഷത്തെ കാവ്യ സപര്യയിലാണ് അദ്ദേഹം വിശ്വപ്രസിദ്ധനായിട്ടുള്ള കവിയായിട്ട് മാറിയത്. യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൺവീനർ PK പ്രസന്നൻ ആമുഖ പ്രസംഗം നടത്തി. യോഗം കൗൺസിലർ ബേബി റാം മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട്, MK തിലകൻ, KD വിക്രമാദിത്യൻ, ദിനിൽ മാധവ്, ജോളി ഡിൽഷൻ, KS ശിവറാം, MV സുധൻ, KN വാസുദേവൻ, വിജയകുമാർ തുമ്പരപ്പള്ളി, PK സുഗതൻ, സതീശൻ പെരിങ്ങാത്ര, CK സമൽരാജ്, വിമി മംഗളാനന്ദൻ, ഹരിനന്ദനൻ, വിജയ, ജലജ, സജീവ്, നിർമ്മല, സന്ധ്യ എന്നിവർ പ്രസംഗിച്ചു.